ഒരു മഴ വന്നാൽ തീരാവുന്ന സംസ്ഥാനമായി പോയി നമ്മുടെ കേരളം. പണ്ടൊക്കെ ഒരു മഴക്കാലം വന്നാൽ അത് ആസ്വദിച്ചിരുന്ന നമ്മളിപ്പോ മഴയെന്ന് കേട്ടാൽ പേടി സ്വപ്നമായി മാറിക്കഴിഞ്ഞു. കൊടും ചൂടിൽ നിന്നും ആശ്വാസമായി എത്തിയ മഴ ഇപ്പോ ദുരിതമാണ് കേരള ജനതയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരളം എന്നാൽ ഭൂപ്രകൃതിക്ക് പേര് കേട്ട ഒരു പ്രദേശം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും 5 മാസം മുതൽ 6 മാസം വരെ മഴക്കാലം കേരളത്തിൽ ലഭിക്കാറുണ്ട്. ഇത് വ്യക്തമായിട്ട് സർക്കാരിന് അറിയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് സ്ഥിരമായി കേരളം നേരിടുന്ന ഒരു പ്രശ്നമാണ് മഴക്കെടുതിയും അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും ഒക്കെ. ഇപ്പൊ 2018 നാശം വിധിച്ച ഓർമ്മകൾ അത്ര പെട്ടെന്ന് ആരും മറക്കില്ല. എന്നിട്ടും തുടർച്ചയായി ഉണ്ടാകുന്ന മഴക്കെടുതിയും വെള്ളപ്പൊക്കവും ഒക്കെ എല്ലാ വർഷവും ദുരിതങ്ങളും കൃഷിനാശവുമാണ് നൽകാറ്. എന്നിട്ടും ഇതെല്ലാം ഓരോ വർഷവും കേരളം അഭിമുഖീകരിക്കുമെന്ന് ഓരോ കൊച്ചു കുട്ടിക്കും വരെ അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും ഇതിനൊരു പരിഹാരം കണ്ടെത്താതെ സർക്കാർ ജനത്തിന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാകും എന്ന് പറയുന്നത്? ഇവിടെ ആര് വന്നാലും ജനത്തിന് വേണ്ട ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് ഷെൽട്ടറും അതുപോലെ തന്നെ ഭക്ഷണവും ഒക്കെയാണ്. അതുപോലും നഷ്ടമാകുന്ന സാഹചര്യം വന്നാൽ പിന്നെ ആരെ ജയിപ്പിച്ചിട്ട് എന്ത് കാര്യം? ഇത് ഭരിക്കുന്ന സർക്കാർ നിസ്സംഗത കാണിക്കുന്നതോടെ ഓരോ വർഷവും സാഹചര്യം വളരെ മോശമായി തന്നെയാണ് വരുന്നത്. കുറച്ചു കാലം മുൻപ് വരെ വെള്ളം കയറുന്ന കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് ഈ കുട്ടനാട് പോലുള്ള പ്രദേശങ്ങൾ. എന്നാൽ ഇപ്പോൾ സ്ഥിതി അതല്ല. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. ഇപ്പോഴുണ്ടായ മഴയിൽ ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ വൻതോതിലാണ് തകർന്നിരിക്കുന്നത്. വീടുകൾ സാരമായിട്ട് തകർന്നു. ഗതാഗതം അപകടകരമായി മാത്രമല്ല, അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന സമ്മർദ്ദത്തിൽ വീടുകൾ തകരുകയും ചെയ്യുന്നുണ്ട്. റോഡുകളെല്ലാം പൂർണ്ണമായി മുങ്ങി, മരങ്ങളെല്ലാം കടപുഴകി വീഴുന്നു. വെള്ളം കവിഞ്ഞൊഴുകുന്നതിനാൽ തന്നെ ചില പ്രദേശങ്ങൾ പൂർണ്ണമായിട്ട് അവിടെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. മൺസൂൺ തുടങ്ങിയിട്ടില്ല, എന്നിട്ടുള്ള അവസ്ഥകളാണിത്. ഇവിടെ കേരള ഗവൺമെന്റ് യാതൊരു തരത്തിലുള്ള പ്ലാനിങ്ങും മുൻകൂട്ടി ഇല്ല എന്നുള്ളതാണ് നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യം. ഇവിടെ സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ അഭാവം ഉണ്ടാകുന്നത് കാർഷികവും അതുപോലെ തന്നെ ചെറുകിട വ്യവസായങ്ങൾക്കുണ്ടാകുന്ന തകർച്ചയും അതുപോലെ സാമ്പത്തികവും വ്യക്തിപരവുമായിട്ടുള്ള നഷ്ടവുമാണ്. ഗവൺമെന്റ് ആകെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പതിവായുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഇതിനുള്ള ഒരു പരിഹാരം ചെയ്യാൻ എന്തുകൊണ്ട് സർക്കാർ തയ്യാറാകുന്നില്ല? എന്നിട്ടും ദുരിതത്തിന് ശേഷമുള്ള ഭരണകൂടത്തിന്റെ പതിവ് വാഗ്ദാനങ്ങളും പ്രസ്താവനകളും ഇത് ജനം കേട്ടുമടുത്തു. താൽക്കാലികമായുള്ള ഒരു പരിഹാരമല്ല ഇവിടെ വേണ്ടത്, പകരം ദീർഘകാല പരിഹാരങ്ങളാണ്. ദുരന്ത നിവാരണത്തോടുള്ള സമീപനം പരിഷ്കരിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന് നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം ശക്തമായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഡ്രൈനേജ് സംവിധാനം അത് മെച്ചപ്പെടുത്തുക. മറ്റൊന്ന്, കെട്ടിടങ്ങളൊക്കെ ദീർഘകാല ഉറപ്പ് ഉണ്ടോ എന്നുള്ളത് സ്ഥിരീകരിക്കുക. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി അടിസ്ഥാനമാക്കിയുള്ള ദുരന്ത നിവാരണ പരിപാടികൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇതെല്ലാം സർക്കാരിന് നടപ്പാക്കാം. പക്ഷേ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രം. ഓരോ വർഷക്കാലത്തും താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുകയും സർക്കാർ വലിയ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യാറുണ്ട്. അത് മാത്രമാണ് ആകെ നടക്കുന്ന കാര്യം. പിന്നെയുള്ളത് ദുരിതം പരിഹരിക്കാം എന്നുള്ള പൊള്ളയായ വാഗ്ദാനങ്ങളുമാണ്. എന്നിട്ടും അതേ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഇതെല്ലാം ഭരണപരാജയമാണെന്നുള്ളത് ഓർക്കണം എല്ലാവരും. എന്നിട്ടാണ് ജനം ഇവർക്ക് വോട്ട് നൽകുന്നത്. മറ്റൊന്ന്, അപര്യാപ്തപരമായിട്ടുള്ള ഡ്രൈനേജ് സംവിധാനങ്ങൾ കാരണം കേരളത്തിലെ നിരവധി വീടുകളിൽ വെള്ളം കയറുന്നതിനാൽ തന്നെ താമസക്കാർക്ക് ജീവിതം ഗുരുതരമായിട്ടുള്ള വെല്ലുവിളികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആവർത്തിച്ചു വരുന്ന ദുരന്തങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണെന്നുള്ളൊരു സംശയം ഇപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ട്. ദുരന്ത നിവാരണ ഫണ്ട് എന്നുള്ളത് ദുരുപയോഗം ചെയ്യാനുള്ളതായി മാറി. അതായത് കൈയിട്ട് വാരൽ. ഇതാണ് അവിടെ കാര്യമായി നടക്കുന്നത്. കേരളത്തിൽ ആവർത്തിച്ചു വരുന്ന മൺസൂൺ പ്രതിസന്ധികളും അതുപോലെ തന്നെ സർക്കാരിൽ നിന്നുമുള്ള അപര്യാപ്തമായുള്ള പ്രതികരണവും ഇനി വരും നാളുകളിൽ വലിയ ദുരന്തങ്ങൾക്ക് ഇടയാകും. കേരള ജനതയ്ക്ക് വേണ്ടത് എന്താണ്? താൽക്കാലിക ഒരു ആശ്വാസമല്ല.
സുസ്ഥിരമായ പരിഹാരമാണ് അവിടെ വേണ്ടത്. അത് ഭരണകക്ഷികൾ നിർണായകമായി ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ഇവിടെ രാഷ്ട്രീയമോ സാമ്പത്തികവുമായ നേട്ടങ്ങളെക്കാൾ ജനങ്ങളുടെ സുരക്ഷയ്ക്കും അതുപോലെ ക്ഷേമത്തിനും മുൻഗണന നൽകുന്ന ഒരു സർക്കാരിനെയാണ് ജനം വോട്ട് ചെയ്ത് ജയിപ്പിക്കേണ്ടത്.